ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ലാലേട്ടൻ്റെ വൈറലായിട്ടുള്ള നമ്മൾ ബനാന വിത്ത് ഐസ്ക്രീം റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നല്ല അരിയിടത്, നമ്മൾ സാധാ ബനാന റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അരിയില്ലേ അതേ മതിയായിട്ടോ അരിയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ബനാനാസ് അരിഞ്ഞെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ രീതിക്കും ഇങ്ങനെ നീളത്തിലും അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് എങ്ങനെ ഇരുന്നാലും ഐസ്ക്രീമിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കുക. അപ്പോൾ പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇതായിരിക്കും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമ്മളൊരു പാനോ ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളുടെ ബനാന അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര അതും പിന്നെ തേങ്ങയും വേണം കേട്ടോ. ഇതൊക്കെ ശർക്കര നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ എടുത്തും വെക്കുക. അധികം പൊടിക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാവുന്ന രീതിക്കാണ് പൊടിച്ചു കൊടുക്കാം. നമ്മൾ നാളികേരം നമ്മളിങ്ങനെ ചിരകിയും എടുത്ത് വെക്കാം കേട്ടോ. നമ്മുടെ പാനിലേക്ക് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഗീ ഒന്ന് നല്ല രീതിക്ക് ഉരുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗീ ഇവിടെ അലിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ബനാനാസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വൈറ്റ് എടുക്കണം കേട്ടോ. മുഴുവൻ ഞങ്ങൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ബനാനാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയാണ്. പിന്നെ വീട്ടിൽ കുട്ടികളാണ് അധികം, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു പഴം നല്ല രീതിക്ക് ഗീയിലൊക്കെ മിക്സ് ചെയ്തൊന്ന് വൈറ്റ് റെഡി ആക്കി എടുക്കണം കേട്ടോ. ഞങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും വീഡിയോസൊക്കെ ഇടാനൊക്കെ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇതേമാതിരി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ച് വെച്ച ആ ഒരു ശർക്കര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ആ ശർക്കര ഒന്ന് മെൽറ്റായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ശർക്കര ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി റെഡിയായി കിട്ടിക്കോളും. ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യമൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ദിവസവും വീഡിയോസ് ഇടുന്നതും വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നതും. ഇനി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പഴം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പഴം ഉണ്ടാവലില്ല. അപ്പോൾ പഴം ഉള്ളതുകൊണ്ടാണ് നമ്മളിതൊന്ന് ചെയ്യാമെന്ന് കരുതിയത്. അതിന് നമ്മളുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ പഴം, അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ഉടച്ച് കൊടുക്കാറില്ല. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഉടച്ച് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് മെൽറ്റ് ചെയ്ത് ഒന്നിങ്ങനെ റെഡി ആവണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് ശർക്കരയിലെ വെള്ളം വറ്റണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അടിയിൽ നല്ല കട്ടിയുള്ളൊരു പാത്രമായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയണത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചിട്ട് വേഗം പ്രശ്നമാവും. നമ്മുടെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ നമുക്കത് നല്ല പണി കിട്ടും കേട്ടോ. ഇടയ്ക്കിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം സംഭവിച്ച മാതിരി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടോ. അപ്പോൾ അതാ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. കുട്ടികളുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ചൂട് കൊടുക്കുന്ന കൂടി ഐസ്ക്രീം അതിൻ്റെ മുകളിൽ കൊട്ടിയിട്ട് കഴിക്കാനാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാണ്. ഇനി നമ്മൾ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഫുള്ള് അങ്ങോട്ട് റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാത്രം അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ ഇടുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പാത്രത്തെ കുറിച്ചിട്ട്. അതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 15 രൂപ ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വലിയ ഫാമിലി പാക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് കിട്ടിയത്. അപ്പോൾ ഒരാൾക്ക് ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് എന്ന് കരുതിയിട്ട് വാനില ഐസ്ക്രീമാണ് കേട്ടോ നല്ലത്. വേറെ ഐസ്ക്രീമൊന്നും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.